അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മൊഡ്യൂൾ 2 ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അപ്പോൾ ഞാനിതിന് മുന്നേ ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ 2 ക്ലാസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് പ്രോബ്ലംസ് ആയിരുന്നു. ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പ്രോബ്ലംസ് ആണ് ഞാൻ ചെയ്തിട്ടുള്ളത്. അതിൽ എന്ന് വെച്ചാൽ ഈസിന്ന് ടഫായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യൻസ്. ടഫ് എന്ന് പറയുമ്പോൾ വീസ്റ്റേൺ ബ്രിഡ്ജില്ലേ, അതിൻ്റെ ഈക്വാലൻറ്റ് സർക്യൂട്ട് അതൊക്കെ വെച്ചിട്ടുള്ള വീസ്റ്റേൺ ബ്രിഡ്ജിൻ്റെ ഒരു പ്രോബ്ലമൊക്കെ ഉണ്ടായിരുന്നു. ഇച്ചിരി ടഫാണ്. അപ്പോൾ അതുപോലത്തെ ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ് HSC ആയതുകൊണ്ട് തന്നെ. LP UPയിലൊക്കെ നമുക്ക് സയൻസ് ബേസ് ഉണ്ടാവുള്ളൂ. HSAയിലും അതുപോലെ HSSTയിലും ഫിസിക്സിൻ്റെ കാര്യത്തിലും ഇത് ഇങ്ങനത്തെ വീസ്റ്റേൺ ബ്രിഡ്ജ് പോലത്തെ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കും. അപ്പോൾ അത് കാണാത്തവരെന്തായാലും പ്ലേലിസ്റ്റിൽ ഞാൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ് മൊഡ്യൂൾ 2 എന്ന് പറഞ്ഞിട്ടിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് കാണണം. നമ്മളിന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സിൻ്റെ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറയാം. അപ്പോൾ നമുക്ക് എന്താണെന്ന് ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നറിയാം അല്ലേ. ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ? നിശ്ചലമായ വൈദ്യുതി ചാർജുകൾ സൃഷ്ടിക്കപ്പെടുന്ന ബലത്തെയും അവയുടെ മണ്ഡലത്തെയും ഇലക്ട്രിക് ഫീൽഡ് പൊട്ടൻഷ്യലിനെയും പറ്റി പ്രതിപാദിക്കുന്ന ഒരു ശാസ്ത്രശാഖയാണ് എന്ത്? ഭൗതിക ശാസ്ത്രശാഖയാണ് എന്ത്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് എല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണ്. ഇനി ചാർജ് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ചാർജ് എന്താണ്? 2 ചാർജുകൾ ഉണ്ടെന്ന് പറയാം. അത് പോസിറ്റീവും നെഗറ്റീവും ആണ് അല്ലേ. പോസിറ്റീവും നെഗറ്റീവും എന്ന് പറഞ്ഞ 2 ചാർജുകളുണ്ടെന്ന് പറഞ്ഞ് കണ്ടെത്തിയത് ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. 2 ചാർജുകൾ പോസിറ്റീവ് നെഗറ്റീവ് എന്ന 2 ചാർജുകൾ കണ്ടെത്തിയത് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനാണ്. ഇനി ചാർജുകൾ തമ്മിൽ പോസിറ്റീവും തമ്മിൽ എന്ത് ചെയ്യും? വികർഷിക്കും അല്ലേ. അതുപോലെ പോസിറ്റീവും തമ്മിൽ വികർഷിക്കുകയും വ്യത്യസ്ത ചാർജുകൾ എന്ത് ചെയ്യും? ആകർഷിക്കപ്പെടുകയും ചെയ്യും. പോസിറ്റീവും നെഗറ്റീവും എന്താ? ആകർഷിക്കപ്പെടുകയും ചെയ്യും. ഇതെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കും. എന്നാലും ജസ്റ്റ് ഒന്ന് നോക്കി പോവാം. ഇനി ചാലകങ്ങൾ വൈദ്യുതി ചാർജുകളെ കടത്തിവിടുന്ന വസ്തുക്കളെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ചാലകങ്ങൾ എന്ന് പറയുന്നത്. അതിന് ഉദാഹരണം ഏതാണ്? സിൽവർ, കോപ്പർ, അലൂമിനിയം ഇതെല്ലാം ഉദാഹരണങ്ങളാണ്. കോപ്പർ വയറാണ് നമ്മൾ കൂടുതലായിട്ട് യൂസ് ചെയ്യുന്നതും അല്ലേ. അപ്പോൾ ചാലകങ്ങളായിട്ട് യൂസ് ചെയ്യുന്നതും. മറ്റുള്ള സിൽവറിനൊക്കെ കുറച്ച് കോസ്റ്റ്ലി ആയതുകൊണ്ട് നമ്മളത് യൂസ് ചെയ്യാറില്ല. അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത് എന്താ? വൈദ്യുതി ചാർജുകളെ ഭാഗികമായി കടത്തിവിടുന്നു അല്ലേ. അതിനുള്ള എക്സാമ്പിൾ എന്താണ്? ജെർമേനിയം, സിലിക്കൺ, നമ്മൾ സോളാറിലൊക്കെ യൂസ് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ ജെർമേനിയം, സിലിക്കണൊക്കെയാണ് അർദ്ധചാലകങ്ങൾ എന്ന് പറയുന്നത്. അതുപോലെ ഇൻസുലേറ്റർ എന്ന് പറയുന്നത് എന്താണ്? വൈദ്യുതി ചാർജുകൾ വിടാത്ത വസ്തുക്കളെയാണ്. ഗ്ലാസ്, റബ്ബർ, പ്ലാസ്റ്റിക് ഇതുപോലുള്ളത് എന്താണ്? വൈദ്യുതി ചാർജുകളെ കടത്തിവിടാറില്ല. അതാണ് എന്ത്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് സമ്പർക്കം മൂലമുള്ള ചാർജിങ് എന്ന് പറയുമ്പോൾ പ്രേരണ മൂലമുള്ള ചാർജിങ് ഉണ്ട്. അതുപോലെ സമ്പർക്കം, കോണ്ടാക്റ്റിലൂടെയുള്ള ചാർജിങ്. അങ്ങനെയുള്ള ചാർജിങ് എന്താണ്? ചാർജ് ചെയ്ത ഒരു വസ്തുവിന് സമ്പർക്കം മൂലമുള്ള വസ്തുവിൻ്റെ ചാർജ് ലഭിക്കുന്നതിനാണ് സമ്പർക്കം വഴിയുള്ള 2 ബോഡി തമ്മിൽ സമ്പർക്കം, കോണ്ടാക്റ്റ് ഉണ്ടാവുന്ന കിട്ടുന്ന ചാർജിനാണ് നമ്മൾ സമ്പർക്കം വഴിയുള്ള ചാർജിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് രണ്ടും കോണ്ടാക്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ പോസിറ്റീവ് ചാർജാണുള്ളത്. ഇത് കോണ്ടാക്റ്റ് വരുമ്പോൾ ഇപ്പുറത്ത് എന്ത് ചാർജാണ് വരിക? നമ്മൾ വിചാരിക്കും ഇത് ഇവിടെ ഇപ്പുറത്ത് നെഗറ്റീവ് ചാർജ് ആയിരിക്കുന്നു, അട്രാക്റ്റ് ചെയ്യുന്നു എന്ന് വിചാരിക്കും. പക്ഷേ ഇതെന്താണ്? രണ്ടും ഇങ്ങനെ അട്രാക്റ്റ് ചെയ്യുന്നത്, രണ്ടും പോസിറ്റീവ് നെഗറ്റീവ് അട്രാക്റ്റ് ചെയ്യുന്നത്. ഇതെന്താ ഇവിടെ ഉണ്ടായിരിക്കുന്നത്? സമ്പർക്കം നടക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിനൊരു ചാർജ് ഉണ്ട്, പോസിറ്റീവ് ചാർജ് ഉണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ ഇതിൻ്റെ ഈ പോസിറ്റീവ് ചാർജ് വേറൊരു ബോഡിയായിട്ട് കോണ്ടാക്റ്റ് വരുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നത്? ഇവിടുത്തെ പോസിറ്റീവ് ചാർജിൽ കുറച്ച് ചാർജ് ഇങ്ങോട്ട് മൂവ് ചെയ്യും അല്ലേ, കോണ്ടാക്റ്റ് വരുമ്പോൾ. അതാണ് സമ്പർക്കം വഴിയുള്ള. അപ്പോൾ ഇപ്പുറത്തും പോസിറ്റീവും ഇവിടെയും പോസിറ്റീവ് തന്നെ ആയിരിക്കും. ഒരിക്കലും ഇവിടെ പോസിറ്റീവ് ഇവിടെ നെഗറ്റീവ് ആയിരിക്കില്ല എന്നാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. സമ്പർക്കം വഴിയുള്ള ചാർജ് ചെയ്താൽ കഴിഞ്ഞാൽ 2 വസ്തുക്കൾക്കും ഒരേ ഇനം ചാർജായിരിക്കും, അല്ലാതെ പോസിറ്റീവും നെഗറ്റീവും അല്ല. സമ്പർക്കം ഇമ്പോർട്ടൻ്റ് ആണ്. ചിലവർക്ക് മാറിപ്പോവാറുണ്ട്. കാരണം ഇപ്പുറത്ത് അട്രാക്റ്റ് ചെയ്യുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. സമ്പർക്കമാണ് നമ്മളവിടെ കോണ്ടാക്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ചെയ്തത്. ഇൻസുലേറ്ററുകളിൽ ഉരസൽ മുഖേന ചാർജ് ലഭിക്കുന്നതിന് കാരണം ചാർജുകൾ മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടാതെ അതേ സ്ഥാനത്ത് തുടരുന്നു. അപ്പോൾ എന്തുകൊണ്ടാണ് ഇൻസുലേറ്ററുകളിൽ ഉരസൽ മുഖേന ചാർജ് ലഭിക്കുന്നതിന്? ഇതിപ്പോൾ ഒരു ഇതൊരു ഇൻസുലേറ്ററാണെന്ന് വിചാരിക്കുക. ഇപ്പുറത്തെ ഭാഗം ഇപ്പോൾ സ്കെയിൽ എന്ന് പറയുന്ന ഒരു ഇൻസുലേറ്റർ അല്ലേ. അപ്പോൾ ആ സ്കെയിൽ നമ്മൾ ചാർജ് മറ്റു ഭാഗങ്ങളിലേക്ക് പ്രേഷണം ചെയ്യപ്പെടാതെ അതേ സ്ഥാനത്ത് തുടരുന്നു. ഇൻസുലേറ്ററുകൾ ഉരസൽ മുഖേന ചാർജ് ലഭിക്കുന്നതിന് കാരണം ഇൻസുലേറ്ററിൽ ചാർജ് ഇല്ല. അപ്പോൾ ഉരസുമ്പോൾ, അത് വേറൊരു ബോഡിയിൽ ഉരസുമ്പോൾ അവിടെ ചാർജ് ലഭിക്കാനുള്ള കാരണം എന്താണ്? അത് വേറെ ഭാഗത്തേക്ക് ഇപ്പോൾ അവിടെ പോസിറ്റീവ് ആണുള്ളെങ്കിൽ ആ പോസിറ്റീവ് അവിടെ തന്നെ ഉണ്ടാവും, അല്ലാതെ അതെങ്ങോട്ട് പ്രേഷണം ചെയ്യപ്പെടാതെ എവിടേക്കും മൂവ് ചെയ്യാതെ അവിടെ തന്നെ ഉണ്ടാവും, അതേ സ്ഥാനത്ത് തുടരുന്നു. അതുകൊണ്ടാണ് ഇൻസുലേറ്ററുകൾ ഉരസൽ മുഖേന ചാർജ് ലഭിക്കുന്നതിനുള്ള കാരണം.
പക്ഷേ സ്പൂണ് പോലെയുള്ള ലോഹവസ്തുക്കൾക്ക് ഉരസൽ മുഖേന ചാർജ് ലഭിക്കാത്തതിന് കാരണം എന്താണ്? ചാർജുകൾ ചാലകത്തിൻ്റെ ഉപരിതലത്തിൽ പൂർണ്ണമായി വിതരണം ചെയ്യപ്പെടുന്നതുകൊണ്ട്. എന്നുവെച്ചാൽ സ്പൂൺ എന്ന് പറയുന്നത് ഒരു ലോഹവസ്തുവാണ് അല്ലേ. അപ്പോൾ അവിടേക്ക് അവിടെ ഉരസൽ മുഖേന ചാർജ് ലഭിക്കാത്തതിന് കാരണം എന്താ? അതിൻ്റെ ബോഡി ഫുള്ളായിട്ട് പൂർണ്ണമായും വിതരണം ചെയ്യപ്പെടും. പക്ഷേ ഇൻസുലേറ്റർ എന്താണ്? ഇൻസുലേറ്റർ എന്ന് പറയുന്നത് വൈദ്യുതി ചാർജിൽ കടത്തിവിടാത്തൊരു വസ്തുവാണ്. അതുകൊണ്ട് തന്നെ അതിലുള്ള ചാർജ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നമ്മൾ ഉരസൽ മുഖേന ചാർജ് കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ ഉണ്ടാവും. മറ്റേതെന്താണ്? അതെല്ലാവിടേക്കും വിതരണം ചെയ്യപ്പെടും. അതാണ് സ്പൂണുകൾക്ക്, ലോഹവസ്തുക്കൾക്ക് ഉരസൽ മുഖേന ചാർജ് ലഭിക്കാത്തതിനുള്ള കാരണം. ഇനി പ്രേരണം മൂലമുള്ള ചാർജിങ് എന്ന് പറയുന്നത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം, ഒരു സാന്നിധ്യം അടുത്ത് കൊണ്ടുവരുന്നേ ഉള്ളൂ. സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിന് നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് എന്തെന്ന് പറയുന്നത്? പുനഃക്രമീകരണമാണ് പ്രേരണം എന്ന് പറയുന്നത്. പ്രേരണം മൂലമുള്ള ചാർജിങ് എന്ന് പറയുന്നത് ചാർജ് ചെയ്ത ഒരു വസ്തുവിൻ്റെ സാന്നിധ്യം മൂലം മറ്റൊരു വസ്തുവിൽ നടക്കുന്ന ചാർജുകളുടെ പുനഃക്രമീകരണമാണ് സ്ഥിത വൈദ്യുതി പ്രേരണം എന്ന് പറയുന്നത്. ഇപ്പോൾ ഒരു ഇലക്ട്രോസ്കോപ്പിൻ്റെ പ്രേരണം വഴി ഏറെ നേരം നിലനിൽക്കത്തക്ക രീതിയിൽ ചാർജ് ചെയ്താൽ അതിന് രൂപപ്പെടുന്നത് ചാർജ് ചെയ്തതിന് ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജാണ്. ഇപ്പോൾ ഇലക്ട്രോസ്കോപ്പിന് ഒരു ചാർജ് കൊടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ ഈ ബോഡിയിലേക്ക് കൊണ്ടുപോവുകയാണെങ്കിൽ, അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ ഇതിലെന്ത് ചാർജ് അവിടെ ഉണ്ടാവുക? നെഗറ്റീവ് ചാർജ്. ഇത് പോസിറ്റീവ് ആണെങ്കിൽ ഇതിൽ നെഗറ്റീവ് ചാർജ് ചെയ്യുന്നതിന് ഉപയോഗിച്ച വസ്തുവിൻ്റെ വിപരീത ചാർജ് ആയിരിക്കും. ഇതിങ്ങനെ കൊണ്ടുപോകുമ്പോൾ അട്രാക്റ്റ് ചെയ്യുന്ന പോലെ തന്നെ ഇവിടെ എന്താ? നെഗറ്റീവ് ചാർജ്. പക്ഷേ ഇത് സമ്പർക്കമില്ല, ഇത് പ്രേരണം മൂലമുള്ള ചാർജിങ് മാത്രമാണുള്ളത്. കാരണം ഇതിൽ ഓൾറെഡി പോസിറ്റീവ് ചാർജ് ഉണ്ട്. അത് കുറച്ച് നേരം നിൽക്കുന്നൊരു ചാർജാണ് ഇലക്ട്രോസ്കോപ്പിൽ. അപ്പോൾ ഇതിങ്ങോട്ട് മൂവ് ചെയ്യുമ്പോൾ ഇവിടെ എന്താവും? നെഗറ്റീവ് ചാർജ്. ഇതിലുള്ള പോസിറ്റീവ് ചാർജ് എല്ലാം വേറൊരു ഭാഗത്തേക്ക് മാറുന്നു. അതാണ് പ്രേരണം മൂലമുള്ള ചാർജിങ്. ഇവിടെ എന്താ പറഞ്ഞത്? വൈദ്യുതീകരിക്കപ്പെട്ട വസ്തുക്കൾ താരതമ്യേന ഭാരം കുറഞ്ഞ വസ്തുക്കളുടെ സമീപത്തെത്തുമ്പോൾ അവിടെ വശങ്ങളിൽ വിപരീത ചാർജുകൾ പ്രേരണം ചെയ്യപ്പെടുന്ന രീതിയാണ് പ്രേരണം മൂലമുള്ള ചാർജിങ് എന്ന് പറയുന്നത്. മനസ്സിലായതായിരിക്കും അല്ലേ? പ്രേരണത്തിന് ഉപയോഗിക്കുന്ന വസ്തുവിൻ്റെ ചാർജ് ഏതായാലും അത് നഷ്ടപ്പെടുന്നില്ല. എന്നാൽ സമ്പർക്കം മൂലമുള്ള ചാർജിങ്ങിന് ഉപയോഗിക്കുന്ന വസ്തുവിൽ നിന്ന് ചാർജുകൾ നഷ്ടപ്പെടുന്നുണ്ട്. കാരണം പ്രേരണം മൂലം എന്താണ്? അവിടെ അടുത്തേക്ക് കൊണ്ടുവരുമ്പോൾ മൂവ് ചെയ്യുന്നുള്ളൂ. അടുത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഇപ്പോൾ പോസിറ്റീവ് ചാർജിങ് ആണ് അടുത്തേക്ക് കൊണ്ടുവരിക്കുമ്പോൾ അടുത്തുള്ളത് നെഗറ്റീവ് ഇവിടേക്ക് വരുന്നു എന്ന് മാത്രം. പോസിറ്റീവ് ഇപ്പുറത്തേക്ക് മൂവ് ചെയ്യുന്നുണ്ട്. ആ ബോഡിയിലുള്ളത് ഒന്ന് മൂവ് ചെയ്യുന്നുള്ളൂ. പക്ഷേ സമ്പർക്കമാകുമ്പോൾ എന്താ ചെയ്യുന്നത്? ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആയിട്ടുള്ള ഒരു ഇതാണ് കൊണ്ടുവന്നെങ്കിൽ കോണ്ടാക്റ്റ് വരുമ്പോൾ എന്താണ്? ആ പോസിറ്റീവ് ചാർജിൽ കുറച്ച് പോസിറ്റീവ് ചാർജ് അപ്പുറത്തുള്ള ബോഡിയിലേക്ക് മൂവ് ചെയ്യും. അതാണ് നമ്മളിപ്പോൾ ഇൻസുലേറ്ററിൻ്റെ കാര്യം പറഞ്ഞില്ലേ, സ്കെയിൽ യൂസ് ചെയ്യുന്നതിനുള്ള കാര്യം പറഞ്ഞില്ല, അതാണ് സമ്പർക്കം മൂലമുള്ളത്. ഇനി നമുക്ക് വൈദ്യുതി ചാർജിൻ്റെ 3 അടിസ്ഥാന ഗുണങ്ങൾ എന്താണെന്ന് നോക്കാം. 3 അടിസ്ഥാന ഗുണങ്ങളിൽ ഒന്നാണ് ക്വാണ്ടൈസേഷൻ ഓഫ് ചാർജ് എന്ന് പറയും. എന്ന് വെച്ചാൽ ഒരു വസ്തുവിലെ ആകെ ചാർജിൻ്റെ മൂല്യം എന്ന് പറയുന്നത് Q, മൊത്തം ചാർജിൻ്റെ മൂല്യം എന്ന് പറയുന്നത് എന്താണ്? Q ആണല്ലേ. Q അടിസ്ഥാന ചാർജായ Eയുടെ അവിഭാജ്യ ഗുണിതങ്ങളായിരിക്കും Q എന്ന് പറയുന്നത്. Q ദാറ്റ് ഈസ് ഈക്വൽ ടു NE എന്ന് നമ്മൾ പഠിച്ചിട്ടില്ലേ? എന്ന് വെച്ച് കഴിഞ്ഞാൽ E എന്ന് പറഞ്ഞത് അടിസ്ഥാന ചാർജാണ്. ഇതിൽ ഈ Q എന്ന് പറയുന്നത് എന്താണ്? ടോട്ടൽ ചാർജാണ്. ഓക്കെ, ടോട്ടൽ ചാർജ്. E എന്ന് പറയുന്നതാണ് അടിസ്ഥാന ചാർജ്. അതിലുള്ള അടിസ്ഥാന ചാർജാണ് E എന്ന് പറയുന്നത്. അപ്പോൾ Q എന്ന് പറയുന്നത് എന്തായിരിക്കും? NE ആയിരിക്കും. സ്ഥൂല തലത്തിലെ ചാർജുകളുടെ എണ്ണമാണ് വലുതാകുന്ന സാഹചര്യത്തിൽ ക്വാണ്ടികരണം എന്നത് അവഗണിക്കാവുന്നതാണ്. ചാർജുകളുടെ എണ്ണം എന്ന് പറയുമ്പോൾ എന്നും അതുപോലെ ഇതെന്താണ്? അടിസ്ഥാന ചാർജും ഇതും കൂടി ഇൻഡ്യൂ ചെയ്യും. ഇപ്പോൾ എത്ര എണ്ണം ഉണ്ട് എന്നുള്ള അനുസരിച്ച് ചാർജുകളുടെ എണ്ണത്തിനനുസരിച്ച് അതാണ് ചാർജിൻ്റെ മൂല്യം എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ആകെ ചാർജിൻ്റെ മൂല്യം. അപ്പോൾ Q ദാറ്റ് ഈസ് ഈക്വൽ ടു NE ആണ്. E എന്ന് പറയുന്നത് എന്താണ്? E ദാറ്റ് ഈസ് ഈക്വൽ ടു 1.602 × 10⁻⁹ അപ്പോൾ അതാണ് ചാർജിൻ്റെ വാല്യൂ എന്ന് പറയുന്നത്. 1 E എന്ന് പറയുന്നത് 1.602 × 10⁻⁹ കുളുംബാണ്. അപ്പോൾ അത് ഓർത്തിരിക്കണം. 1.602 × 10⁻⁹ കുളും. അപ്പോൾ ക്വാണ്ടൈസേഷൻ എന്ന് പറയുമ്പോൾ ഒരു ചാർജുകളുടെ എണ്ണം വലുതാകുന്ന സാഹചര്യത്തിൽ ക്വാണ്ടികരണം അതാണ് അവഗണിക്കാവുന്നതാണ്. എന്നാലും Q ദാറ്റ് ഈസ് ഈക്വൽ ടു NE. Q ഈക്വൽ അതാണ് ക്വാണ്ടൈസേഷൻ എന്ന് പറയുന്നത്. ഒരു വസ്തുവിൽ ആകെ ചാർജിൻ്റെ മൂല്യം അടിസ്ഥാന ചാർജായ Eയുടെ അവിഭാജ്യ ഗുണിതങ്ങളായിരിക്കും NE. Q ദാറ്റ് ഈസ് ഈക്വൽ ടു NE. പ്രോബ്ലംസ് ചോദിക്കാം, സിമ്പിളായിട്ട് നമ്മൾ വിചാരിക്കും, പക്ഷെ ഇത് സ്കിപ്പ് ചെയ്ത് കളയരുത്. Q ദാറ്റ് ഈസ് ഈക്വൽ ടു NE. ഇനി അടുത്തതാണ് അഡീഷൻ ഓഫ് ചാർജ്, സങ്കലനം എന്ന് പറയും. സങ്കലനം എന്താ?
ഒരു വ്യവസ്ഥയിലെ സിസ്റ്റത്തിലെ വിവിധ ചാർജുകളുടെ ആകെ തുകയാണ് അതിലെ ആകെ ചാർജ് എന്ന് പറയുന്നത്. ആകെ തുക. ഇപ്പം നമ്മൾ പറഞ്ഞു വസ്തുവിലെ ആകെ ചാർജിൻ്റെ മൂല്യം Q ആണെന്ന് പറഞ്ഞു. അതിലിനി ഒരു വ്യവസ്ഥയിലെ ഒരു സിസ്റ്റത്തിലെ ആകെ ചാർജ് എന്ന് പറയുമ്പോൾ എന്താ, Q=Q1 + Q2 + Q3 + എക്സെട്ര ടു Qn ആയിരിക്കും. അതാണ് എന്ത് സങ്കലനം എന്ന് പറയുന്നത്. ജസ്റ്റ് ആകെ ചാർജ് എന്ന് പറയുമ്പോൾ Qൻ്റെ എല്ലാതും കൂടിയിട്ട് ആഡ് ചെയ്യാം. ഇനി സംരക്ഷണം, അത് കൺസർവേഷൻ ഓഫ് ചാർജ്. ഒരു സംരക്ഷിത വ്യവസ്ഥയിലെ ആകെ ചാർജിന് സമയബന്ധിതമായി മാറ്റമുണ്ടാകില്ല. അതിനൊരു മാറ്റം ഉണ്ടാവാറില്ലേ, നമുക്കറിയുന്നൊരു കാര്യമാണ് സംരക്ഷണം, കൺസർവേഷൻ ഓഫ് ചാർജ് എന്ന് പറയുന്നത്. വൈദ്യുതി ചാർജുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടും, എന്നാൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഇപ്പോൾ കോണ്ടാക്റ്റ് വന്നാലും എന്താ ചെയ്യുന്നത്, ഇപ്പോൾ സമ്പർക്കം വന്നാലും ഇവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് പോകുന്നു എന്നല്ലാണ്ട് ആ സിസ്റ്റത്തിലുള്ള എന്താണ് പറയുക ചാർജിന് വല്ല വ്യത്യാസം വരുന്നുണ്ടോ, ഇല്ല. കൂടുകയോ ചെയ്യില്ല, അതുപോലെ നശിക്കുകയോ ചെയ്യുന്നില്ല, സൃഷ്ടിക്കുകയും ചെയ്യുന്നില്ല, നശിക്കുകയോ ചെയ്യുന്നില്ല. ഒരു വൈദ്യുതി ചാർജുകൾ ഒരു വസ്തുവിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറ്റപ്പെടും, എന്നാൽ പുതുതായി സൃഷ്ടിക്കപ്പെടുകയോ നശിക്കുകയോ ചെയ്യുന്നില്ല. ഇതാണ് സംരക്ഷണം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ വൈദ്യുത ചാർജിൻ്റെ 3 അടിസ്ഥാന ഗുണങ്ങൾ പറഞ്ഞു. ഒന്ന് ക്വാണ്ടീകരണമാണ്, പിന്നെ എന്താണ് സങ്കലനമാണ്, പിന്നെ സംരക്ഷണം. ഇനി നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൊളുംസ് നിയമമൊക്കെ നോക്കാം. കുറച്ച് കൊളും നിയമം, അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. ചാർജ് എന്താ, ഒരു കൊളും ചാർജ് എത്രയാണെന്ന് നോക്കണം. അതുപോലെ എന്താണ് കുറച്ച് വൈദ്യുതി മണ്ഡലങ്ങൾ, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കണം. അപ്പോൾ നമുക്ക് അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പ്രോബ്ലംസും ചെയ്തു പോവാം. ഓക്കെ, താങ്ക് യു.